ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ വന്നിരുന്നത്, വോയിസ് കൊടുക്കാൻ വന്നിരുന്നത്. എന്തെന്ന് സംഭവം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ, അതിൻ്റെ വിശേഷവും പിന്നെ ഓർഡർ ഉണ്ടായിരുന്നു ചെറുങ്ങനെ, അതിൻ്റെ വിശേഷവും പിന്നെ നിങ്ങൾക്ക് നല്ല ബീഫ് പള്ളിക്കറിയില്ലേ, പള്ളിക്കറിയിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷം എല്ലാം നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് രാവിലെ തന്നെയില്ല, ഞാനൊന്ന് എൻ്റെ പെരക്ക് പോയിട്ട് വന്നതാണ് മുളിയെടുക്കത്തേക്ക് ഓർഡർ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടായി അവിടുന്ന്. അങ്ങനെ ഞാൻ ബിരുന്നിൻ്റെ ഓർഡർ ഞാൻ പുരേ തന്നെ കൊടുത്തിട്ട് പോയതല്ല വന്നിട്ട്. അപ്പോൾ ഇത് കുറച്ച് പുഡിങ് അങ്ങനെ സ്നാക്സ് ഉണ്ടായിന് കുറച്ചോ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയതാണ്. ഞാൻ ഞങ്ങളുടെയൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെതാ ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ടായതിനു ശേഷം പുഡിങ് ആക്കുന്നുണ്ട്. ബട്ടർ പുഡിങ്ങും പിന്നെ പൈനാപ്പിൾ പുഡിങ്ങും ഉണ്ടായിന്. പിന്നെ സ്നാക്സ് ആയിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നു. പിന്നെ ബിസിയായി അങ്ങനെ അട്ടിപ്പത്തിരി, പിന്നെ കായ് ബോൾസ്, പിന്നെ എന്തുണ്ടായി ഇപ്പോൾ ചിക്കൻ കോണ്, ഇറച്ചിപ്പെട്ടി, കിൽക്യൂട് 5 ഐറ്റമിൻ്റെ ഓർഡർ ഉണ്ടായിന്. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ തകൃതിയായിട്ട് കിച്ചണിൽ നടക്കുന്നുണ്ട്. പുതിയതാകുമ്പോഴേക്കില്ല നമുക്കൊരു സെറ്റായിട്ടില്ല, എന്നാലും ഓർഡറിനെ വിട്ടിട്ട് നമുക്ക് ഒരു കളിയില്ലല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ബി എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തുടങ്ങിന് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെതാ പുഡിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ചേന ഗ്രാസ് സെറ്റാക്കുന്നുണ്ട്. അപ്പുറത്തെ കാഷ്യൂനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ അനിയത്തി ഉണ്ടായിന്, അപ്പോൾ നല്ല ഉള്ളിയെല്ലാം ഓരോന്ന് കട്ടാക്കിയിട്ടെല്ലാം തരുന്നുണ്ട്. സ്നാക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടറും ബ്രെഡും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം വേണം. അതെല്ലാം ഇപ്പുറത്തെ സൈഡ് റെഡിയാക്കുന്നുണ്ട്. അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ട്രേയിൽ കൂട്ടിയതിന് ശേഷം ഇല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഞാൻ കാഷ്യൂ ബട്ടറിലൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ പുഡിങ്ങിലേക്ക്. അപ്പോൾ സൗണ്ട് ഭയങ്കര ഒരു എക്ക അടിക്കുന്ന പോലത്തെ ഒരു ഫീലാണല്ലേ അത് ഇടായതുകൊണ്ടായിരിക്കും. അപ്പോൾ കുറേ ആൾക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊന്ന് കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഉമ്മാൻ്റെ പേരിൻ്റെ. അപ്പോൾ ഇല്ല, ഞാൻ കിച്ചണൊന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് അതിന് മൊഗ്രാലയുടെ കറക്റ്റ് പ്ലേസ് പറയുമോ എന്ന് ഉമ്മാൻ്റെ പേരിൻ്റെ. മൊഗ്രാല നമ്മൾ റഹ്മത്ത് നഗറില്ലേ, റഹ്മത്ത് നഗറിൽ തന്നെ അതിൻ്റെ ഇങ്ങനെ മേലോട്ട് കയറുമ്പോൾ പുരയാണ് നമ്മളത്. അപ്പോൾ പിന്നെന്ത് റഹ്മത്ത് നഗർ അവിടെ ഒരു ടവറില്ലേ, ടവറിൻ്റെ ഓപ്പോസിറ്റുള്ള പുരയാണ്. പിന്നെന്തിപ്പോൾ ചോദിച്ചത്, ടേബിൾ ചോദിക്കുന്നുണ്ടായി. ടേബിളിന് എത്ര റേറ്റ് എന്നല്ലോ. ആ ടേബിളിന് 140 കൊടുത്തത്. പിന്നെന്താ ചോദിച്ചേ, പിന്നെ മാഷാഅല്ലാ ഞാൻ ബീഫ് കറീൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ, ബീഫ് റോസ്റ്റിൻ്റെ. അത് കുറേ ആൾ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇട്ടിന്, നല്ല പാങ്ങായിന്, മാപ്പിൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്, മാപ്പിളുടെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിന്, മക്കൾക്ക് ഇഷ്ടപ്പെട്ടിന്, കുറേ ആളൊക്കെ കമൻ്റ് ഇട്ടിന് മാഷാഅല്ലാ. അത് സംഭവം എന്താ പറയുമോ, ബീഫ് ഇപ്പോൾ ഈ പെരുന്നാൾ ടൈമിന് ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രിഡ്ജിലും ബീഫ് ഉണ്ടാവും. സദ്ക്കാന കിട്ടിയതും അങ്ങനെ ഇങ്ങനെയായിട്ട്. അപ്പോൾ ഇതേ ടൈമിൽ ചെയ്തെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ പണിയെടുക്കുന്നതിൻ്റെ ഒരു പുള്ളറെല്ലാം ഇത് പോകണം നെല്ലിക്കൊണ്ടിരുന്ന്. അപ്പോൾ ആ പാക്കറ്റ് പോപ്കോൺ ഉണ്ടായിന്, അതിനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചിട്ടില്ല, അതിലേക്ക് പോപ്കോൺ ചോദിച്ചിട്ട് മൂടിയിട്ട് വെച്ചെങ്കിൽ മതി. ഇങ്ങനെ ഈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് 2 മിനിറ്റിൽ റെഡിയാകുന്നില്ല അത്. അങ്ങനെ ചൂടോടെ തിന്നുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കില്ല ബട്ടർ ഉപ്പെല്ലാം കുറച്ച് നമ്മൾ ബട്ടറെല്ലാം ഇട്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാ മക്കള് എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളില്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരമാണ് ഇപ്പോൾ ഓർഡറെല്ലാം കൊടുത്ത് ലൈറ്റ് സെറ്റ് ആയതിനു ശേഷം വൈകുന്നേരം നമ്മൾ ചായ കുടിക്കലാന്ന്. അപ്പോൾ നമ്മൾ കുടിച്ചിട്ട് ആവാനാകുമ്പോൾ അനിയത്തിൻ്റെ മോൻ ഉറങ്ങിയിട്ട് എണിച്ചത്, ഭയങ്കര വാശി ഉറങ്ങിയിട്ട് എണിച്ചിട്ട്. ബെന്ന് അവൻ്റെ കയ്യിൽ കുടിക്കാനെങ്കിലും കുടിക്കാനെങ്കിലും ടേബിൾ വെക്കണമെന്ന്. അങ്ങനെ അവൾ എന്തെല്ലാം സോപ്പിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ കുറഞ്ഞ് നിന്നിട്ടില്ല, എൻ്റെ എല്ലാം കൊടുത്തിട്ട് എല്ലാം ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു വിഷയം പറഞ്ഞാൽ ഒന്നിച്ചിട്ട് നമുക്ക് നല്ല പാങ്ങാൻ അറിയില്ല. ഞാനോ അനിയത്തി മാത്രമാണെന്നുള്ളത്, നമ്മൾ 10 ദിവസം മാറാതെ നിൽക്കുന്നല്ലേ. അങ്ങനെ ഓൾറെഡി നാളേക്ക് ആയുള്ളത്. അപ്പോൾ പറയുന്നുണ്ട് ഒറ്റക്കാകുമ്പോൾ ബോറാവുന്നല്ലോ. ഇത് ഇവിടെ കരിഞ്ഞോണ്ട് തന്നെ ഉണ്ടായിരുന്നു, അതിനെന്ത് ശരിയായില്ല. അങ്ങനെ ഓൻ ചായ കുടി കഴിഞ്ഞിട്ട് എന്നെ ടേബിൾ തൊടുക്കാൽ നമ്മൾ ഇങ്ങനെ വെയിറ്റിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചുണ്ണിമാവും അങ്ങനെ എന്തോ വശം കുടിച്ചിട്ട് കരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അനിയത്തിൻ്റെ എല്ലാം 2 ചെറിയതാന്ന് ഒരു വയസ്സിന് വ്യത്യാസമുള്ള പോലെ. അങ്ങനെ അപ്പോൾ ഞാൻ നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട്. അതിന് വൈകുന്നേരം വരലുണ്ട് പുരതാക്കാനും മന നോക്കാനും നിലച്ച്. അപ്പോൾ ഈ മഴക്കാലത്തിൽ പേടി പുറത്തൊന്നും ഇടാനേ കഴിയുന്നില്ല. അങ്ങനെ എല്ലാ ഹോളിലെല്ലാം വിരിച്ചിന് ബെഡ്ഷീറ്റെല്ലാം നിലത്തന്നെ. അങ്ങനെ
അപ്പോൾ മുകളിലൊന്ന് ക്ലീൻ ആക്കാറ്റൊന്ന് നോക്കാൻ വന്നതാണ്, കച്ചറായിട്ടുണ്ടാകുന്ന. അപ്പോൾ കാര്യമായിട്ട് കച്ചറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് നീറ്റാക്കാനുണ്ടായി. അതൊന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ തയ്ക്കന്നെ പോയി. പിള്ളമാർ ഒന്നിച്ചിട്ട് കൂടിയെങ്കിലേ എന്ന് മല മറിച്ചങ്ങ് നമുക്കറിയാലോ, അങ്ങനെയാന്ന് ഓറും അയിലിയിൽ പോയിട്ട് കളിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെക്കൈക്കൊണ്ടത് ഉണ്ടെങ്കില്ല ഇടയിലിടയിൽ എത്ര വൃത്തിയാക്കി ഓറ് കച്ചറാക്കിയിട്ടിടുന്നു. മക്കൾസ് എല്ലാം ഉള്ള പോലെയെല്ലാം അങ്ങനെ തന്നെ അല്ലേ. അങ്ങനെ എല്ലാം ഒന്നും വൃത്തിയാക്കിയിട്ട് ഞാൻ ഡോർ ഓടിച്ചിട്ട് നമ്മൾ തയ്ക്കന്നെ പോയി ഞാൻ. അപ്പോൾ വൈകുന്നേരം കുറേ ആളെല്ലാം വന്നിട്ടുണ്ടായി, ഈ ചുറ്റുപാടുള്ളവരും നമ്മളെ ഫാമിലിയുള്ളവരെല്ലാം കുറച്ചാൾ വന്നിട്ടുണ്ടായി. അങ്ങനെ അവരെല്ലാം വിസം പറഞ്ഞിട്ടുണ്ടായതിന് ശേഷമില്ലേ പിന്നെ നമുക്ക് രാത്രിയാണ് പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറുന്നത്. നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഹോം ടൂർ ചെയ്യുമോ, ഹോം ടൂർ കാണിക്കുമല്ലോ കുറേ ആൾ മെസ്സേജ് ഇട്ടിനെ. അതിപ്പോൾ ഞാൻ ഒരിക്കൽ കാണിക്കാമോ. ഇത് ഒരു മുന്നേ ഒരു സെറ്റായിട്ടാണ് ഒരുങ്ങിയിട്ടില്ല, അന്ന് സെറ്റായതിന് ശേഷം ഒരിക്കൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാം. ഓക്കെ. പിന്നെ ആരോ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മംഗലം കഴിഞ്ഞാൽ ഞങ്ങളുടെ വൈഫിൽ ഞങ്ങൾക്ക് മംഗലം കഴിഞ്ഞില്ല, അവന് ചെറുത് സാറാണ്. പക്ഷെ മംഗലക്കാനായി ഇപ്പോൾ ഇൻഷാല്ലാ ഒരു എൻഗേജ്മെൻ്റെല്ലാം കഴിക്കണം. പെണ്ണെല്ലാം സെറ്റായിട്ടുണ്ട്. അതിലൊന്ന് ശരിയായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കിച്ചൺ കാണണ്ടത് നിങ്ങൾക്ക്. ഇടയിലിടയിൽ ബേബി വന്നിട്ടില്ല, നല്ല കരച്ചിൽ വന്നിട്ട് പോകുന്നത്, കരിന്ന് പോകുന്നത്. അപ്പോൾ മോൻ്റെ കൊടുത്തിട്ട് ഇളക്കുന്നിരിക്കും, മോളിൽ കൊടുത്തിട്ട് ഇളക്കുന്ന ബൈലോട്ടും വരുന്നറിയാം. അപ്പോൾ ഇതാണ് കിച്ചണ്. ഓവർ വലുതൊന്നുമല്ല, കണക്കിൻ്റെതാണ്. അപ്പോൾ തായമ്മത്തെല്ലാം ഒന്ന് ക്യാബിനാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊന്നും സാധനമൊന്നും ഫില്ലാക്കിയിട്ടില്ല, ഇങ്ങനെ ഓരോന്നോരോന്ന് ഐറ്റം വെക്കട്ടെ ഞാനത്. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെന്ത് അതന്നെ ഓവർ വലുതുമല്ല ചെറുതുമല്ല, ഒരു മീഡിയമുള്ള കിച്ചണാണ്. അവിടെ തന്നെ ഫ്രിഡ്ജ് പിന്നെ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൽ ഫ്രിഡ്ജാക്കാന്ന്. പക്ഷെ സ്റ്റോർ റൂമിൽ എടുത്ത സ്ഥലമില്ലേ കുറച്ച് ചെറുതായി പോയി ഫ്രിഡ്ജിന്. അങ്ങനെ കിച്ചണിലേക്ക് മാറ്റിയതാണ്. അങ്ങനെ മുകളിൽ ഗ്യാപ്പിന് പിന്നെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്ലാസ് പ്ലേറ്റ് ജഗ് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഗ്ലാസ് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഞങ്ങളെ മക്കൾക്കെല്ലാം പൊട്ടിച്ചിട്ട് ഇളക്കണ്ടേ. ഓരോരാൾ വന്നിട്ടാകുമ്പോൾ 4-5 ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ ഇത് കറക്റ്റാവും പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ എല്ലായിടത്തും പ്ലേറ്റും ഗ്ലാസ്സെല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ ആരോ ചോദിക്കുന്നുണ്ടായിന് നിങ്ങളെ ഉമ്മാക്ക് എന്തായത്, ഉമ്മാക്ക് എന്ത് കഴിയാതെ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആര് നിൽക്കുന്നത്, അനിയത്തിമാർക്കെല്ലാം മംഗലഞ്ഞിന്, എല്ലാവർക്കും മംഗലഞ്ഞിന്. അപ്പോൾ ഈ ജഗ്ഗിനെ കുറിച്ച് ഈ ഇത് ഉപ്പിടുന്ന ടിന്നാണ് ഇതായിരുന്നു ചോദിക്കുന്നുണ്ടായിന്. ഇത് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ സൂപ്പർ കിച്ചണെന്നാണ് ഇതെല്ലാം വാങ്ങിയത്. കുറച്ച് നല്ല റേറ്റ് ഉണ്ട്, 500 രൂപ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അതിന്. അങ്ങനെ അപ്പോൾ ഇതാണ് ഗ്യാസ്. ഇതായിരുന്നു ചോദിക്കുന്നത്. ഇതെല്ലാം കാസർഗോഡ് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഡിമാർട്ടിൽ നിന്ന് ഇങ്ങനത്തെ ടിൻ ഐറ്റം അല്ല, ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെന്നല്ല ചോദിക്കുന്നതായിരുന്നു. അപ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങനെ ഇങ്ങനെ. പക്ഷെ നമ്മളെല്ലാവരും 10 ദിവസം നിൽക്കലാന്ന് ഉമ്മാൻ്റെ അടുത്ത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് മദ്രസ സ്കൂളിൽ. പക്ഷെ എന്നാലും എല്ലാ ബുദ്ധിമുട്ടെല്ലാം മാറ്റിയിട്ട് എല്ലാവരും നിൽക്കുന്നു. പക്ഷേ 10 ദിവസം അങ്ങനെതാ. അപ്പോൾ ഇത് ഈ ചായ കൂട്ടാൻ വെക്കുന്ന ട്രെയിൻ ഇതെല്ലാം ഇല്ലേ, ഇതെല്ലാം ഡിമാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെന്ത് ചോദിക്കുന്നുണ്ടായിന് കുറേ ആളെന്തെല്ലാം ചോദിക്കുന്നത്. നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ മറന്നിട്ട് പോകുന്നു, ഓർമ്മയുള്ളതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് കുറേ വിഷയം പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇല്ലേ. നമുക്ക് ബീഫ് കറി റെഡിയാക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് എല്ലാ സംഭവം ഞാൻ ഇവിടെ കട്ടാക്കിയിട്ട് തന്നെ കൊടുത്തിനെ. 4 ഉള്ളി എടുത്തിട്ടുണ്ട്, നീരുള്ളി ഉള്ളിയും. അപ്പോൾ അനിയത്തി അവിടെ പത്തിരി ചുടുന്നുണ്ട്. പൊടിയിൽ തന്നെയാണ് റെഡിയാക്കുന്നത്, MS-ൻ്റെ പത്തിരി പൊടിയില്ലേ അതിൽ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ബീഫ് കറി വെക്കുന്നത് ഓളെ പത്തിരി ചൂടാന്നിട്ട് അങ്ങനെ 2 കിച്ചണിക്ക് കയറിയതാണ്. അങ്ങനെ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ സംഭവങ്ങളെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് തൊലിയെടുത്തിട്ട് റെഡിയാക്കിയിട്ട് കൊടുന്നിന്. അപ്പോൾ അതിന് എന്തെല്ലാം അറിയാം വേണ്ടിയത്. അപ്പോൾ അവിടെ ഓള് പത്തലിന് റെഡിയാക്കുമ്പോഴേക്കില്ലേ ഞാൻ ഇവിടെ ചേർന്നുണ്ട്, ഞാൻ റെസിപ്പി കാണിക്കുന്നത്. നീ അവിടെ പത്തല് ചൂടുന്നു. MS-ൻ്റെ പൊടിയില്ലേ അതിനെ കുറച്ച് വെള്ളമായിട്ട് കുഴച്ചിട്ടില്ലേ ജസ്റ്റ് ഒന്ന് പുതുക്കിയിട്ടെടുക്കണോ, പുതുക്കിയിട്ടെടുത്തിട്ട് കുഴച്ചിട്ട് ചുട്ടാൽ മതി. നല്ല നമ്മൾ അരച്ച ചുട്ട പോലെ തന്നെയാണ്. പക്ഷെ എനിക്കിഷ്ടമില്ല പൊടിയിൽ. പക്ഷെ ഇത് നല്ല പാണ്ട്. ഞാനധികം പൊടിച്ചിട്ട് യൂസ് ആക്കല്ല, അരച്ചിട്ട് തന്നെയാണ് ചൂടല്ലറിഞ്ഞാൽ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്തിന് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ട് 4 ഉള്ളി, ഒരു ചെറിയ തക്കാളി വന്നിട്ടിന്, പിന്നെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, പിന്നെന്ത് ഒരു 3-4 പച്ചമുളകെല്ലാം നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് വേറെ ഇത് വേറെ ഒന്നും ഇടാൻ പറ്റില്ല, എല്ലാം ഒന്നിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് നമ്മളെ പണിയെല്ലാം കുറച്ച് സ്പീഡാണ്ടേ അവിടെ തന്നെ നിരക്കം വരാൻ നല്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിന്. ഈ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടേ, ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പാങ്ങൽ ഇത് ഫ്രൈ ആയിട്ട് ഇടുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിന്, ലോ ഫ്ലെയിമിലൊന്നുമല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട്. ഓക്കെ, ഉപ്പ്, എരിവ്, പുളി, ഇത് അതെല്ലാം നിങ്ങൾ ആവശ്യത്തിന് അപ്പുറം ഇപ്പുറം മാറ്റം വരുത്താം. ഓരോരാൾക്ക് ഓരോ കൂടുതലുണ്ടാകുന്ന കുറവുണ്ടെന്ന് അങ്ങനല്ലേ. അപ്പോൾ നമുക്കെല്ലാം എരിവ് കുറച്ച്, ഉപ്പ് കുറച്ച്, എല്ലാം കൂടുതൽ തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെതാ ഞാനിതിലേക്ക് ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന്. എല്ലാ പൊടി ഐറ്റംസും ഒരു 2-3 സ്പൂണ് ബീഫ് മസാല, ഒരു 2 സ്പൂണ് ഗരം മസാല, പിന്നെ 2 സ്പൂണ് മറ്റേ പെപ്പറില്ലേ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു കുറച്ച് മുളക് പൊടി അങ്ങനെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടാം കുറയ്ക്കാം എന്തുവേണം ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4-5 സ്പൂൺ ഇട്ടിനും തോന്നുന്നു. ഇങ്ങനെ നമുക്കിങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മെഷർമെൻറ്റ് അങ്ങനെ ഒന്നും നോക്കല്ല, നമ്മളൊരു കൈൻ്റെ കണക്ക് എന്നുള്ളല്ലേ. അങ്ങനെ അവരിങ്ങനെ ഇടുമ്പോൾ അതൊരു എങ്ങനെ കഴിഞ്ഞിട്ട് ജസ്റ്റ് കറക്റ്റാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്കെല്ലാം എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക എന്തുവാണ് കേൾക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പരിപാടി ആകുമ്പോൾ തന്നെയില്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടിച്ചിട്ട് വറുത്ത തന്നെ മെയിനിട്ട് വന്നിന്. ഇപ്പോൾ പരിപാടി ഇവിടെ എല്ലാം അധികവും കുയ്യർച്ച അങ്ങനെ തന്നെയല്ലേ ആണെന്നേരം വരുമ്പോഴല്ലോ അതിനും വേണ്ടിയിട്ട് അപ്പോൾ വറുത്തിട്ട് പൊടിച്ച പൊടി തന്നെ ഇട്ടിന്. അപ്പോൾ അതവിടെ റെഡി ആവുന്ന ടൈമിനില്ല നമ്മൾ ഇട്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ് എല്ലാം പച്ചമുളക് എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ടല്ലോ, അതൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നല്ല കഴിച്ച് നല്ല വെളുത്ത സുന്ദരിയായിട്ട് വന്നിന് ബീഫ്. പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ടായി ചെറിയ വിസിൽ വലിയ വിസിൽ എന്തെന്ന്, അത് ഞാൻ പറഞ്ഞുതരാം. അതാ എല്ലാം ഇട്ടിട്ടതിന് ശേഷം നല്ല പാങ്ങലൊന്ന് ഞാൻ മിക്സാക്കി കൊടുത്തിന് ബീഫ് ഇട്ടിട്ട്. അപ്പോൾ അപ്പുറത്ത് ഒതുക്കി കൊണ്ടുണ്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഓളെ 10 ലഡ റെഡി ആകുമ്പോൾ നമ്മളിവിടെ ബീഫ് റെഡിയാണ്ട്. അങ്ങനെ ഇതാ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഈ ബാക്കിയുള്ള പൊടി ഐറ്റം എല്ലാം ഇല്ലേ അതെല്ലാം നമുക്ക് മിക്സാക്കി കൊടുക്കാം ഇട്ടിട്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ചെറിയ വിസിലെന്ത് വലിയ വിസിലെന്ത് സംഭവം. കുക്കറിൻ്റെ വിസിൽ നമ്മൾ വലിയ തീയിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നില്ലേ, ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, ലോ ഫ്ലെയിമിൽ 2 വിസിൽ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഓർമ്മയില്ല, അത് വലിയ വിസിൽ ചെറിയ വിസിലെന്ന് പറഞ്ഞതായിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും ചോദിച്ചതല്ലേ. പിന്നെ നമ്മൾ ഈ കാസർഗോഡ് സ്ലാങ്ങല്ലേ എന്തെല്ലാം വയൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകുന്നു ചിലർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ. അപ്പോൾ ഇതാ എല്ലാം ഫുള്ള് പൊടിയെല്ലാം ഐറ്റം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും വെച്ച് കൊടുത്തിന്. ഇപ്പോൾ ഈ ടൈമിൽ തന്നെ ഉപ്പെല്ലാം ചെക്കാക്കിയിട്ടില്ലേ നോക്കിയിട്ടായതിനു ശേഷം ഫുള്ളൊന്ന് മിക്സാക്കിയിട്ടായിട്ട് നമ്മളെ കുക്കറൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ടില്ലേ 3 വലിയ വിസിലും 3 വലിയ വിസിൽ ഹൈ ഫ്ലെയിമിലും 3 ചെറിയ വിസിൽ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഗ്യാസിനെ ചെറുതും വലുതാക്കുന്നതിനാന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ വിസിൽ വലിയ വിസിലെന്നില്ലേ മനസ്സിലായല്ലോ. അപ്പോൾ അതാ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ആകെ ഒരു പ്ലേറ്റ് തന്നെയാണ് എടുത്തിനെ. അതെടുത്തിട്ട് അപ്പന്നെ കയറ്റി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് സമാധാനമായില്ലേ, വൃത്തിയായി. അങ്ങനെ അതാ അത് വിസിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ടില്ലേ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിച്ചപ്പും കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിന്. അതിട്ടിട്ട് അതിന് ശേഷം ഇല്ലേ ഞാൻ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോ ബീഫ് ഉണ്ടാവും, 1 കിലോ ഉണ്ടാവും എന്തോ. അതിലേക്ക് ഞാൻ 1 തേങ്ങ എടുത്തിനത്. 1 തേങ്ങ ഇട്ടിട്ട് ഇനി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങനെ ഓവറുണ്ടാവും, ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂട് വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ലോ ഫ്ലെയിമിലൊന്നും ഇട്ടില്ല. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ അളപ്പം വരുന്നത്. നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾക്ക് അങ്ങനെ അളപ്പം വന്നിട്ട് ജസ്റ്റ് അളപ്പം ഒന്ന് ഫ്രൈ ആക്കാൻ കൂടിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാൽ പയ്യാകുമ്പോൾ. പിന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇടുന്ന നെയ്റ്റിയില്ലേ അത് ഇടുന്നതെന്ന്. അധികമുള്ളത് ഞാനിട അനിയത്തിൻ്റെ ഏട്ടത്തിൻ്റെ എന്നെല്ലാം മേങ്ങലാന്ന് ഓരെല്ലാം ഡ്രസ്സ് സെയിലാക്കുന്നത്. അപ്പോൾ ഓരോ തന്നെ അധികം മേങ്ങല ഫുൾ കൈൻ്റെത്. പിന്നെ 2-3-4 അസ്രു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബേറേൻ പീസിന് ഞാൻ സ്റ്റിച്ചാക്കിയിട്ട് അങ്ങനെയാണ്. അതാണ് ഓരോന്ന് ഞാൻ റെഡ് ഇട്ടിട്ട് ഞാൻ വേടുന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഗൾഫിലത്തെ പീസാന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ അളപ്പാന്ന് ഇളക്കി കൊടുക്കുന്നത്. അളപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ വരുമോ എന്നെ കാണുമെന്നില്ല. ഞാൻ നിങ്ങളെന്തും കാണില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട് തേങ്ങനെ. അപ്പോൾ അതാ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ റെന്നാക്കി അങ്ങ് നല്ലതാണ്. അടി പിടിക്കുന്ന പ്രശ്നം അങ്ങനെ എന്ത് വരുന്നില്ല. പിന്നെ ഈ അലുമിനിയം സ്റ്റീൽ അങ്ങനെ എല്ലാം നമുക്കൊരു ഒട്ടി പിടിക്കുന്ന പ്രശ്നം വരുന്നില്ലേ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതാകുന്നില്ല. നമുക്ക് അതിനൊന്നുമില്ല, നല്ല തന്നെ ക്വാളിറ്റി ഉള്ള നോൺ സ്റ്റിക്ക് തന്നെ മേങ്ങാൻ നോക്കാം. ഇതിപ്പോൾ ഇതെൻ്റെ പുരയിലത്തെ നോൺ സ്റ്റിക്കാണ് എൻ്റെ ഞാൻ പുര കൂടിയാകുമ്പോൾ കസറ് കൂടുന്നത്. പക്ഷേ അത് ഏകദേശം ഒരു 7 കൊല്ല എന്തായിട്ടാണ്. ഇപ്പോൾ അടിയിൽ അതിൻ്റെ ഒരു കോട്ടിങ്ങെല്ലാം ചെറുതായിട്ട് പോകുന്നതുകൊണ്ട് ഇതായി. എന്നാലും ഒരു ഒട്ടി പിടിക്കുന്ന പ്രശ്നം ഒന്നും വരുന്നില്ല. ഈ കോട്ടിങ്ങെല്ലാം പോയതിനു ശേഷമാണ് ഞാൻ
സ്റ്റീലിൻ്റെ കയ്യിലെല്ലാം ഇടാൻ തുടങ്ങിയത്. മുമ്പ് ഞാൻ മരത്തിൻ്റെത് അങ്ങനത്തെ അല്ലാണ്ട് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഒന്നും ഇടല്ലേ നല്ല നല്ല ചട്ടിക്കെല്ലാം. ഇതിപ്പോൾ എന്നാലും നല്ല ഞാൻ എത്രയോ ഓർഡറെല്ലാം കൊടുത്തിട്ടേ. പക്ഷെ അതെന്തായിട്ടാണ് ഞാൻ 7 കൊല്ലമായിട്ടും ഇതിൻ്റെ നല്ലൊരു ഇപ്പോൾ കൊടുന്ന പോലെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കെല്ലാം മേങ്ങുമ്പോൾ അത്ര പൈസ തന്നിട്ടില്ലേ, കുറവ് മേങ്ങുന്നതിനേക്കാളും ഒന്നെങ്കിലും ഒന്ന് നല്ല തന്നെ മേങ്ങിക്കില്ലേ കുറേ കാലം നമുക്ക് യൂസ് ആക്കാൻ കഴിയുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുത്തതേ ചട്ടിക്ക് തന്നെ ഇല്ലേ നമ്മളെ കറീനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വന്നിട്ട് വന്നിന്. അതിന് ശേഷമില്ല ഈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. വീണ്ടും നമുക്കില്ലേ കുറച്ച് 1/2 സ്പൂണ് മുളക് പൊടി, ഗരം മസാല, 1/2 സ്പൂൺ ബീഫ് മസാല, 1.5 സ്പൂണ് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടില്ലേ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടില്ലേ ഇത് ഈ ഒരു ജസ്റ്റ് വെള്ളത്തോടെ വേണമെങ്കിൽ ഇങ്ങനെ ഗ്യാസ് ഓഫാക്കാം. അല്ലെങ്കിൽ ഡ്രൈ, ഇപ്പോൾ പള്ളിക്കറിയെല്ലാം ഡ്രൈ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വേണമെങ്കിൽ കുറച്ച് വെള്ളമെല്ലാം വറ്റിയ പിന്നെ ഗ്യാസ് ഓഫാക്കിയാൽ മതി. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, കാണുമ്പോൾ തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. നെത്തിൻ്റെ മാപ്പിളയും ഓറൽ പറയുന്നുണ്ടായി നല്ല അതിന് അടിപൊളി എനിക്ക് അറിയുന്നല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കാമേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. ഓക്കെ, അടിപൊളി ആയിന എങ്ങനെയുണ്ട്, പള്ളിക്കറി പോലെ തന്നെ ഉണ്ടാകുന്നു. നമുക്ക് പള്ളിക്കറിയെല്ലാം ഒരു നൊസ്റ്റാൾജിയല്ല, എല്ലാവർക്കും ഇഷ്ടമല്ലേ പള്ളിക്കറി കഴിച്ചാൽ. പുറത്ത് നല്ല മഴ വരുമ്പോൾ ഇല്ലേ ചൂട് ബീഫ് കറിയും പത്തലും, ഓ മൈ ഗോഡ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഫൈനലിൽ നമുക്ക് മല്ലിച്ചപ്പ് കൂട്ടിയിട്ട് ഗ്യാസ് ഓഫ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കുന്ന ടൈമിൽ പത്തലെല്ലാം ഒരു വക ചുട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചായയും പത്തലും ബീഫ് കറിയും എല്ലാം കഴിക്കലാണ് നമ്മോ. അപ്പോൾ അളപ്പം പോവാങ്ങിന് ഞാൻ അളപ്പം ഞാൻ നിർബന്ധിച്ച് പിടിച്ചിന് എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോകാമെന്നിട്ട് അല്ലേ നിർത്തിന്. പക്ഷെ അളപ്പാക്കി ബീഫ് ഇങ്ങനെ ഇതൊന്നും ഷുഗർ ഉള്ളതുകൊണ്ട് സെറ്റാകുന്നില്ല. അപ്പോൾ ജസ്റ്റ് അളപ്പാക്കി ഒരു ജസ്റ്റ് നല്ല ചൂട് പച്ചപ്പയറില്ലേ, പച്ചപ്പയർ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ ഞാൻ അനിയത്തിൻ്റെ മാപ്പിളയും അളപ്പാവും മക്കളോരെല്ലാം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഈ ടൈമിൽ ഞമ്മ കഴിക്കുമ്പോൾ ഞമ്മ ഇങ്ങനെ വീഡിയോ നോക്കിക്കൊണ്ട് സബ്സ്ക്രൈബ് എത്ര ആയി നമ്മൾ ചെക്കാക്കുമല്ലോ. നമ്മൾ നോക്കിക്കൊണ്ടുണ്ടായിന് 5000 ആവാനായിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ പിള്ളമാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മൾ എത്രയായി എന്നിട്ട്. അപ്പോൾ മാഷാഅല്ലാഹ് പയ്യെ ഞാൻ കഴിക്കും. അപ്പോൾ നമ്മ ഇതിൻ്റെ കഴിക്കുമ്പോൾ 5000 ആയി എന്നിട്ട് പിള്ളേർ കൊണ്ട് തന്നിട്ട് കാണിച്ചത് മാഷാഅല്ലാഹ് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനുള്ള ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നില്ലേ അല്ലേ. മാഷാഅല്ലാഹ് അതാ ധനിയത്തിൻ്റെ മൂളെന്ന് പറഞ്ഞാൽ ഇത് എന്തുള്ള ഭയങ്കര ബിസ്യം. ഇപ്പോൾ ഒരു ബിസ്യം പറയുന്ന നാളാണ് ഇങ്ങനെ ചെറുപ്പറായിക്കോണ്ട് എൻ്റെ ബാക്കിൽ എന്നെ വരുന്ന ബിസ്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരെല്ലാം കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ട് ഈ പത്തിലൊന്ന് ഫിനിഷാണ് നമുക്ക് ഇരിക്കണമെങ്കിൽ. അപ്പോൾ ഈ ടൈമിലില്ലേ നിങ്ങളോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. മാഷാഅല്ലാഹ് നിങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബും എല്ലാം ലൈക്കും എല്ലാം ആക്കിയതുകൊണ്ടാണ് മാഷാഅല്ലാഹ് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് 5000 സബ്സ്ക്രൈബ് ആയത്. നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സംഭവം അല്ലേ. ഇപ്പോൾ 1,00,000 2 ലക്ഷം 5 ലക്ഷം മില്യണെല്ലാം അടിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മളെ വീഡിയോസ് എല്ലാവരും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിങ്ങനെ 5000 ആയി നൽകുമ്പോൾ മാഷാഅല്ലാഹ് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാതത്രയും. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇത് എന്താ അപ്പം തോന്നുമ്പോൾ തന്നെ നമ്മൾ ഔക്കാടിൻ്റെ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ നല്ല ഔക്കാടിൻ്റെ ജ്യൂസും പത്തലും ബീഫ് കറിയും നല്ല പുറത്ത് നല്ല കാറ്റുമയാണ്, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതെല്ലാം നല്ലൊരു മാച്ചല്ലേ അല്ലേ. അങ്ങനെ ഒരെല്ലാം കഴിച്ചിട്ടായി. പിന്നെ ഞാനും അനിയത്തിയും കഴിക്കലാന്ന് ലാസ്റ്റ്. ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ പിള്ളേർക്ക് കൊണ്ട് തന്നത് സബ്സ്ക്രൈബ് ആയിന് 5000 ആയിന് കേക്ക് കൊണ്ടിട്ട് മുറിക്കട്ട ഒരു പിള്ളേർ തുടങ്ങിയില്ല അപ്പം തന്നെ. അങ്ങനെ അപ്പോൾ പിന്നെ പിള്ളേരൊരു ഇതല്ലേ നമുക്കൊരു സന്തോഷമല്ലേ ജസ്റ്റ് ഒരു കേക്ക് കെട്ടാക്കാല്. ഞാൻ പിന്നെ ഞാൻ കെട്ടാക്കി എത്രയല്ലേ വേണ്ടാന്നിട്ടുണ്ടായിന്. പിന്നെ പിള്ളമാരൊരു മജയിലിട്ട് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ മൊഗ്രെല്ലാം കൂടെ അടുത്തല്ലേ, അങ്ങനെ കേക്ക് മേങ്ങാനെല്ലാം പോയിട്ടുണ്ട്. 5000 ആയി എന്നിട്ട് നമ്മൾ തോന്നുമ്പോൾ കാണിച്ചതാണ്, സന്തോഷമായി. അപ്പം പിന്നെ ഇങ്ങനത്തെ എല്ലാം സംഭവം വെച്ച് താമസിപ്പിക്കണ്ടല്ലോ, നമുക്കൊരു വീഡിയോ എല്ലാം ചെയ്യണ്ടേ അല്ലേ. അങ്ങനെതാ മാഷാഅല്ലാഹ് 5002 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പോപ്പറെല്ലാം പൊട്ടിക്കണ്ടേ. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ പിള്ളമാർ ഒരു പെട്ടെന്നൊന്ന് പൊട്ടിച്ച്
അപ്പോൾ ഉള്ളിലെല്ലാം എങ്കിൽ അത് അടിച്ചങ്ങ് പോകുന്നേയില്ലല്ലോ, അങ്ങനെ പുറത്ത് തന്നെ പോയിട്ട് പൊട്ടിച്ചതാണെന്ന് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ആക്കാൻ മറക്കണ്ട. നല്ല സന്തോഷത്തിൽ ചെയ്ത വീഡിയോ ആണ് ഇന്ന്, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ലൈക്കും കമൻറ്റും ഇടണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കണമേ. അപ്പോൾ എല്ലാവരും വെച്ചിട്ട് ഞാനിങ്ങനെ കേക്ക് മുറിക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. ഇതിനിടയിൽ അസ്രുവിന് കോളാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ അസ്രു എന്തോ തിരക്കിലുണ്ടായിരുന്നു, ഫോൺ എടുത്തിട്ട്. അങ്ങനെ അസ്രു മിസ്സായി. അങ്ങനെ ഞാനും മക്കളെല്ലാം കേക്ക് മുറിച്ച് തന്നു. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.